ഈ കല്ല് കണ്ട ഇതൊരു 10-30 കിലോയുടെ ഒരു കല്ലാണ് അവിടെ ഇരിക്കണേ. അതെടുക്കാനുള്ള കപ്പാസിറ്റിയിൽ അതിനെ ചെറിയൊരു കല്ലെടുത്തിട്ട് പോകുന്നതാണ്. ഒരു 10-18 വയസ്സായിട്ടുള്ള എല്ലാ പുരുഷന്മാരുടെയും ജീവിതത്തിൽ തൊട്ട് പോയിട്ടുള്ള കല്ലാണ്. ഇതെന്താണെന്നറിയോ? ആലം എന്ന് പറഞ്ഞ കല്ല്. നമ്മൾ ഷേവിങ് നടത്തി കഴിയുമ്പോൾ, നമ്മൾ ബാർബർ ഷോപ്പിൽ ചെന്ന് ഷേവിങ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിട്ടിട്ട് ഒരു ഇറക്കില്ലേ, ഒരു ചെറിയ നീറ്റിലൊക്കെ നമ്മൾ അറിയപ്പെടുന്ന അനുഭവിക്കുന്ന കല്ല്, ആ കല്ലാണിത്. ആലം എന്നാണ് ഇതിൻ്റെ പേര്. പടിക്കാരെന്ന് വേറൊരു പേരുണ്ട്. അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് കാരുപ്പ്, അതായത് കറുത്തുപ്പ് എന്നാണ്, ബ്ലാക്ക് സോൾട്ട്. ഇതിൻ്റെ ഒറിജിൻ വരുന്നത് കാൺപൂർ എന്നാണ്. ഇത് കൂടുതലും യൂസ് ചെയ്യണത്, ഇതിൻ്റെ പൗഡർഡ് ഫോം നമ്മുടെ അടുത്തുണ്ട്. ഞാൻ ഇതിൻ്റെ റോ ഫോം എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് സീസണുകൾക്കാണ് കൂടുതൽ യൂസ് ചെയ്യുക. പിന്നെ ബോംബെ മിക്സറിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്ലാക്ക് സോൾട്ടാണ്. നേരത്തെ വിപിൻ സാർ പറഞ്ഞ പോലെ ഞാനൊരു മറ്റൊരു തൊഴിൽ സാധ്യതയെ പരിചയപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സാധ്യതയെ കൂടി പരിചയപ്പെടുത്തുകയാണ് നമ്മളെല്ലാ എപ്പിസോഡിലും ചെയ്യുന്ന പോലെ തന്നെ. അതായത് ഇതിൻ്റെ താഴെ കൂടെ ഒരു ഡ്രില്ലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് തുറന്ന് ഒരു ലൈറ്റ് ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ഇന്ദുപ്പ് അല്ലെങ്കിൽ പിങ്ക് സോൾട്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു കരകൗശല വസ്തുവായിട്ട് മാറുകയാണ്. 50 രൂപയാണ് ഒരു കിലോയ്ക്ക് ഇതിനുള്ള. അതേസമയം ആ ഒരു പിങ്ക് സോൾട്ടിനെ നമ്മൾ മറ്റൊരു ഡെക്കറേറ്റീവ് ഐറ്റമായിട്ട് വിൽക്കുമ്പോൾ 500, 5000, 10,000 ഒക്കെയാണ് നമ്മുടെ ആമസോൺ പോലുള്ള സൈറ്റുകളിൽ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ കലാപരതകളുള്ളവരാണെങ്കിൽ ദയവായിട്ട് ഈ പ്രോഡക്റ്റ് ഇവിടെ നിന്ന് മേടിക്കാം. അതിനെ നിങ്ങളുടേതായിട്ട് രീതിയിൽ രൂപപ്പെടുത്താം, ഒരു ലൈറ്റ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ രൂപപ്പെടുത്താം, നല്ല വിലയ്ക്ക് വിൽക്കാം. അപ്പോൾ അതും ശ്രമിക്കാവുന്നൊരു കാര്യമാണ് കേട്ടോ. കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ പെട്ടിമരുന്ന് കടയിൽ പോയി കഴിഞ്ഞാൽ കുറേ പെട്ടികളിൽ ആ മരുന്ന് ഈ മരുന്ന് എല്ലാം കൂടി ഇങ്ങനെ നമുക്ക് എന്താണെന്ന് പോലും തിരിച്ചറിയപ്പെടാത്ത രീതിയിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതൊരു നല്ലൊരു കൺസെപ്റ്റാണ്. കാരണം ഒരു ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണങ്ങൾ അണിയിച്ചൊരുക്കി വെച്ചിരിക്കണ പോലെ മരുന്നുകളെ, അത് അത്രയ്ക്ക് അമൂല്യമായ മരുന്നുകളെ ഇങ്ങനെ വെക്കാൻ കാണിച്ചത്. ഇതിപ്പോൾ നമ്മളൊരു 10-100 സാധനങ്ങൾ വെച്ചിട്ടുള്ളൂ. ഇതൊന്നല്ല, ഒരു 10-500 സാധനങ്ങളുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് ചിലത് ഇങ്ങനെ വെക്കാൻ പറ്റില്ല. ഇതിപ്പോൾ എന്ന് വെച്ചാൽ വരുന്ന കസ്റ്റമേഴ്സിനാണെങ്കിലും പെട്ടെന്ന് എന്താണ് ചെയ്യുന്നത് ഒരു സമ്മറൈസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ സാധനങ്ങൾ, പിന്നെ അവർക്കാണെങ്കിലും ബോറടിക്കില്ല. അവരിങ്ങനെ നോക്കി പരിചയപ്പെട്ട് നമ്മുടെ ആരെങ്കിലും കൂടി ഉണ്ടാവും, ഇതെന്താ അതെന്താ ഇങ്ങനെ ചോദിച്ചു ആ ഒരു ടൈം. പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടി ഞാനിതിങ്ങനെ ആ ഒരു പണ്ടത്തെ സ്റ്റൈലിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു അവയർനെസ്, അതോടൊപ്പം തന്നെ അവർക്ക് ടച്ച് ആൻഡ് ഫീൽ കിട്ടും. ഇത് ചായൽ എന്ന് പറയും. ഈ ഫോമൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. ഭയങ്കര വിലയുള്ള ഒരു പ്രോഡക്റ്റ് അത്. ഈ പറഞ്ഞ പോലെ കിലോന് ഭയങ്കര വില വരുന്ന ഒരു പ്രൊഡക്റ്റ് അത്. ഇതിൽ നിന്നാണ് മെർക്കുറി എന്ന് പറഞ്ഞാൽ ഇത് ഡിറൈവ് ആവണത്. നമ്മുടെ തെർമോമീറ്ററിലൊക്കെ നമ്മൾ കാണുന്ന മെർക്കുറി. ഇത് ശരിക്കും ഈ ബോട്ടിലൊരു 250ൻ്റെ ഒരു ജാറാണ്. അതിൻ്റെ കാൽഭാഗം പോലും ഇല്ല. പക്ഷെ അതിൻ്റെ വെയിറ്റ് കണ്ടോ, ഏറ്റവും അത്യാവശ്യം വെയിറ്റുള്ളൊരു കെമിക്കലാണ് അത്. ഇത് അഗ്ലാരി തേങ്ങ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. ഇത് ഒരു മാതിരി സ്ഥലത്തും കാണാൻ പറ്റില്ല. കാരണം ഇത് വളരെ ചെറിയ രീതിയിൽ യൂസേജ്. നമ്മുടെ അടുത്ത് നിന്നാണെങ്കിൽ 1 gram 2 gram ഒക്കെയാണ് കസ്റ്റമേഴ്സ് വന്ന് മേടിക്കാറ്. ഓൾമോസ്റ്റ് ഒരു 1.5 lakhs per kg വരുന്ന ഐറ്റമാണിത്. ഇത് അഞ്ജനക്കല്ലാണ്. ഇതും അധികം എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. സുർമ സ്റ്റോൺ എന്ന് പറയും അഞ്ജനക്കല്ല്. ഇത് നമ്മുടെ അടുത്ത് ഒരുപാട് ബൾക്ക് എൻക്വയറി വരുന്ന ഒരു ഐറ്റം ആട്ടത് അഞ്ജനക്കല്ല്. ഇത് നമ്മുടെ ഹിമാലയാസ് തന്നെ വരുന്ന സാധനമാണ്. നമ്മുടെ കുളു മണാലി അവിടെ നിന്ന് വരുന്ന ഐറ്റം ഇത് കുളു ഐറ്റം എന്നാ പറയുക. അതിവിടയം എന്നാണ് പേര്. ഇതിന് അത്തീസ് എന്ന് പറയും. ഇതൊരു 8,000 to 9,000 rupees വില വരുന്ന ഐറ്റമാണ്. ഇത് ഈ ഗട്ട് റിലേറ്റഡ് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിസിൻസിൽ യൂസ് ചെയ്യണമെന്നാണ് ഞാൻ കേട്ട് വന്നിട്ടുള്ളത്. ഇതാണ് ഐറ്റം. വിപിൻ എന്നോട് പറയായിരുന്നേ, 40 വർഷം അല്ലേ, 40 വർഷത്തോളായി ഞാനിവിടെ ജോലി ചെയ്യും. ഞാനൊരു തമാശ ചോദിക്കട്ടെ, വേറെ പണിയൊന്നും കിട്ടാണ്ടാണോ അവിടെ? അതിന്റെ ആവശ്യം വന്നിട്ടില്ല ഇന്ന് വരെ. അതേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ആണല്ലേ? അതുകൊണ്ട് മാനേജ്മെന്റ് ശമ്പളവും കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നു. അതുകൊണ്ട് നമ്മളോട് പിടിച്ച് നിൽക്കുന്നുണ്ട്. എത്ര തൊഴിലാളികളുണ്ട്? നമ്മൾ 10-40 തൊഴിലാളികളുണ്ട് ഇപ്പോൾ ഇവിടെ. ആണല്ലേ? നമ്മുടെ നാട്ടുകാരും ആൾക്കാരും ഒക്കെ ആയിട്ട് എല്ലാവരുടെ നല്ല സ്നേഹത്തിലും സന്തോഷത്തിലൊക്കെ പോകും. നിങ്ങളാണ് ചീഫ് ട്രെയിനർ. ഇപ്പൊ ഞാനാണ് ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ള ആള്. ഫാമിലിയെ കൂടി ഒന്ന് പറയാമോ? എനിക്ക് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. എനിക്ക് 3 പിള്ളേരാണ്. ഞാൻ വളരെ ഏർലി സ്റ്റേജിൽ വളരെ ഏർലി സ്റ്റേജിൽ കല്യാണം കഴിച്ചതാണ്. ഡാഡിയുടെ നിർബന്ധമായിരുന്നു. 23 പെണ്ണ് കണ്ട് 24 കല്യാണം കഴിഞ്ഞു. അടിപൊളി. ഇപ്പം 3 പിള്ളേരുണ്ട്. 2 ആൺപിള്ളേര്, താഴെയുള്ള ആള് പെങ്കൊച്ച്. ഓക്കെ. ഇന്നത്തെ കടുകുമണിയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
ഇന്ന് വളരെ രസകരമായൊരു ദിവസമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നൊരു അങ്ങാടി മരുന്ന് കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു 50 വയസ്സിന് മുകളിൽ അത്യാവശ്യം വയറൊക്കെ ചാടി ഒരു ഗാംഭീര്യത്തിൽ തൃശ്ശൂർ നമ്മുടെ അരിയങ്ങാടിയിൽ ഒരാളെ പ്രതീക്ഷിച്ചിട്ട് ഞങ്ങൾ വന്നത്. ഓഫീസിൽ വന്നു, അവരോട് ചോദിച്ചു മുതലാളി എവിടെയാ? കാര്യം പറയും. മുതലാളി എവിടെയാ? കാര്യം പറയും. ഞാനാണ് മുതലാളി. കണ്ണ് തള്ളിപ്പോയി. ഇവർ പറഞ്ഞ വ്യക്തി ഞാനാണ്. ഇപ്പോൾ ഒരു വന്ന സമയത്തിനടുത്ത് ചോദിച്ചു, ഇവർക്ക് ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിലേക്ക് നമുക്ക് പോവാം. ഞാൻ പേര് പറഞ്ഞിട്ടില്ല അവരോട്, അപ്പോൾ പേരൊന്ന് പറഞ്ഞു. എൻ്റെ പേര് വിപിൻ വിൽസൺ അഞ്ചേരി. നമ്മൾ ഈ ഫീൽഡിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 40 വർഷത്തിന് മേളിലായി. നമ്മൾ ഫാർമസിക്ക് റോ മെറ്റീരിയൽ കൊടുക്കുന്ന കച്ചവടമാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ തൃശ്ശൂരുള്ളതും കേരളത്തിലുള്ളതും മേ ബി ഇന്ത്യയിലുള്ള കുറേ ഫാർമസികളിൽ നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ കൂടുതലും സൂപ്പർ സ്റ്റോക്കിംഗ് ആണ് ചെയ്യണത്. എല്ലാ പച്ചമരുന്ന്, അങ്ങാടി മരുന്ന് സാധനങ്ങളെല്ലാം സൂപ്പർ സ്റ്റോക്ക് ചെയ്ത് ഒരു വർഷത്തേക്കുള്ള ടെൻഡേഴ്സാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. തൃശ്ശൂരിലെ അരിയങ്ങാടിയിൽ ഓരോ കാര്യത്തിനും ഓരോ പേരുണ്ട്. ഇവിടുത്തെ കച്ചവടത്തിനുള്ള പേര് സാട്ട കച്ചവടം എന്നാണ്. അതായത് 50 ചാക്ക് 100 ചാക്കൊക്കെ വിൽക്കുന്ന കച്ചവടത്തിന് സാട്ട കച്ചവടം എന്ന് പറയുന്നത്. അങ്ങനെ സാട്ട കച്ചവടം ചെയ്യുന്ന അരിയങ്ങാടിയുടെ ഹൃദയത്തിലിരിക്കുന്ന ഈ ഒരു ബിസിനസ്സിനെ എങ്ങനെ ഇത്രയും ന്യൂജനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റി, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഓക്കെ, നമ്മൾ ഇതിപ്പോൾ ഈ തുടങ്ങിയ സമയത്ത് ഈ സാട്ട കച്ചവടം നമ്മൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് എന്താണ് ചെയ്യുന്നത് എന്ന് ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 പ്രൊഡക്റ്റ് പറയാമെന്നല്ലാണ്ട് നമുക്ക് കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ താഴത്തെ ഒരു സമ്മറൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള സാധനങ്ങൾ നമ്മൾ താഴെ വെച്ചിട്ടുണ്ട്. സാട്ട കച്ചവടം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി അങ്ങാടി മരുന്ന്, പച്ചമരുന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട് അതിനെ, ആ കടേനെ കാണുന്നത്. അത് ഈ ചാക്ക് ഇങ്ങനെ തെറിച്ച് വെച്ച് അതിൻ്റെ ഇടയിൽ കൂടെ കുറെ പൂച്ചയിലേക്ക് ഓടി നടന്ന് ആ ഒരു രീതിയിലാണ്. ഞാനൊക്കെ വന്ന കാലത്ത്, ഞാനിപ്പോൾ ഇതിൽ വന്നിട്ട് ഒരു 12 വർഷമായി. വന്ന സമയത്ത് ഭയങ്കര അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്, ഇപ്പോഴും ആണ്. അതിനെ നമ്മൾ മാക്സിമം ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മളിപ്പോൾ താഴത്തെ ഡ്രമ്മിങ് സിസ്റ്റമാണ് ചെയ്തേക്കുന്നത്. അതായത് ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ആ ഡ്രംസിൻ്റെ ഉള്ളിൽ അത്രയും നീറ്റായിട്ട് കിടക്കണ കാണാം, അതിൽ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ഓർഗനൈസ്ഡ് രീതിയിലോട്ട് നമ്മൾ വരുന്നു. ആയി അഡാപ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഒരു ബിസിനസ് ആയതുകൊണ്ട്. കാരണം ചില സാധനങ്ങൾ ഡ്രമ്മിൽ ഇടാൻ പറ്റില്ല. കാരണം പച്ചമരുന്നൊന്നും നമുക്ക് ബണ്ടിലായിട്ട് അങ്ങനെ തന്നെ ഇടാൻ പറ്റില്ല, പുഴുകി പോകും. അതെ. അപ്പോൾ പറ്റാവുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ഡ്രമ്മിങ് സിസ്റ്റം ആണ് ചെയ്തേക്കണേ. പിന്നെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനാണെങ്കിലും നേരിട്ട് വന്ന് അവർക്ക് ടച്ച് ആൻഡ് ഫീൽ. ഇപ്പൊ ബാക്കിയുള്ള കടകളിലേക്ക് പോയി കഴിഞ്ഞാൽ നടക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ല. അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാന്ന് പറഞ്ഞാൽ പിന്നെ കഴിയുന്നത് കേട്ടില്ല അതിന്റെ ഉള്ളിൽ. അത്രയും പൊടിയും കാര്യങ്ങളും. ഇവിടെ നമ്മൾ ചെയ്തേക്കണ അത്രയും നീറ്റായിട്ട് ആൾക്കാർക്ക് വന്ന് എപ്പോൾ വേണമെങ്കിൽ വന്ന് ഇവിടെ സാധനങ്ങൾ പരിശോധിക്കാം. സൂപ്പർ മാർക്കറ്റ് ഫീൽ ആൾക്കാർക്ക് എല്ലാം കാണണം. എല്ലാം നമ്മളിപ്പോ ചിലപ്പോ ഹോട്ടൽസിൽ പറയില്ലേ ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അണ്ടർസ്റ്റുഡ് ആണ്. അവിടെ എന്താ ചെയ്യണേ, കുക്ക് ചെയ്യണ എന്താന്ന് കാണാം. അതുപോലെ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഇങ്ങനെ ഇത്ര ഓർഗനൈസ് ചെയ്ത് വരുന്നു. ഫുള്ളി ഓർഗനൈസ്ഡ് ആണെന്ന് എപ്പോഴും പറയില്ല, എന്നാലും ഒരു 75-80% ഞങ്ങൾ ഓർഗനൈസ്ഡ് ആണ്. 500-ലധികം മരുന്നുകൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞു. അതെ, ആക്കി കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ വെറുതെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഞാൻ കേട്ടത് ഓട്ടോമൊബൈൽ ഭ്രമമൂത്ത ഒരു പയ്യൻ വേറൊരു മടയിലേക്ക് എത്തിപ്പെട്ടു എന്ന് വേണമെങ്കിൽ വിളിക്കാം. ജോമാനസിന് ശേഷം പോലെ ആ കഥയെന്ന് പറയാമോ? രസകരമാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലി ബിസിനസ് ആണ്. ലൈക്ക് നമ്മുടെ അപ്പാപ്പൻ അവരൊക്കെ ആയിട്ട് തുടങ്ങിയതാണ്. അപ്പൻ അതെ, പിന്നെ ഞാൻ. അപ്പൊ 3ാം തലമുറയാണ്, ഇത് 3rd ജനറേഷൻ ആണ്. അപ്പൊ ഫോഴ്സ്ഫുള്ളി വന്ന ബിസിനസ് അത്. നമുക്ക് ടു ബി ഫ്രാങ്ക് ഞാൻ അത് ഇഷ്ടപ്പെട്ട് വന്നൊരു ബിസിനസ് അല്ല. കാരണം നമുക്ക് കുറച്ച് ഓട്ടോമോട്ടീവ് പ്രാന്തുള്ള ആളാണ് ഞാൻ. അതില് തന്നെ പോകണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഡെസ്റ്റിനി ഇവിടെ ആയി പോയി. പറഞ്ഞ പോലെ ഇത് പഠിക്കാൻ കുറച്ച് പാടായിരുന്നു. ഇനീഷ്യൽ ഡേയ്സിൽ ഞാൻ ഇത് ഇവിടെ ഒരു കോളേജിൽ ചേർന്ന പോലെയായിരുന്നു. എന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ചേട്ടന്മാരും റാഗ് ചെയ്തിട്ടുണ്ട്. റാഗി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും എന്റെ കാര്യം പറയാം, എന്റെ ജനറേഷനിലെ ആൾക്കാർക്കൊന്നും ഈ ഐറ്റംസ് എന്താന്ന് പറഞ്ഞാൽ പോലും അറിയില്ല. അപ്പൊ ഇത് പഠിക്കണമെങ്കിൽ വീട്ടിലെ കടുക് അറിയാം, അങ്ങനത്തെ ഐറ്റംസ് അല്ലാണ്ട് എന്താ മഞ്ചട്ടി അത് ഇത് നറുമ്പശ തെള്ളി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിത് എന്താന്ന് പോലും കണ്ടാലും അറിയില്ല, കേട്ടാലും അറിയില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ഡാഡി നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാന്ന് പറയില്ലേ, കടിക്കാനായിട്ട്. ഇവനെ അങ്ങനെ ട്രെയിൻ ചെയ്ത് തിരിച്ചു തന്നാൽ മതി.
വളരെ അവനെ ട്രെയിനിങ് തിരിച്ചു തന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ ആദ്യം ഈ പറഞ്ഞ പോലെ ആദ്യം വന്ന് കസറിലാണ് ഇരുന്നത്, പക്ഷെ അതേ സ്പീഡിൽ എണീറ്റു. കാരണം കസ്റ്റമേഴ്സ് വന്നിട്ട് കാരണം നമ്മുടെ ലോക്കൽ റൂറൽ നമുക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷെ ഈ പറഞ്ഞ ഹിന്ദി ഉൾനാടൻ ഹിന്ദി ഒക്കെ പറഞ്ഞു വന്നിട്ടാണ് ഇവർ ഈ സാധനം കാണിച്ചത്. അപ്പൊ നമ്മളിത് കണ്ടിട്ട് അതെടുത്ത് നേരെ ഇപ്പുറച്ചേട്ടൻ കൊടുക്കുമ്പോൾ അയാള് നമ്മുടെ അടുത്ത് ഇവനൊക്കെ ഇത് വല്ലതും അറിയോ എന്നുള്ളൊരു ആ ഒരു മെന്റാലിറ്റിയിൽ കുറെ ഇൻസൾട്ടഡ് ആയിട്ടുണ്ട് ബാക്ക് ഇൻ ലൈക്ക് 2012-13 ആ ടൈമില്. പിന്നെ ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് ഇവിടെ ഇരിക്കണം അത്ര സുഖമല്ല. അന്ന് ഇതല്ല നമ്മുടെ പഴയ ഷോപ്പാണ്. അപ്പൊ ഞാൻ അല്ല പഴയ സ്റ്റൈലാണ്. അവിടുന്ന് പിന്നെ അഗൈൻ പാക്കിങ്ങിൽ ഒരു 1.5 year പാക്കിങ്ങിൽ നിന്നു. പാക്കിങ്ങിലാണ് അവര് ഓരോ ഐറ്റംസ് പറഞ്ഞു എടുക്കുക. ഇന്ന സാധനം നിലയ്ക്കത്തോട് തണിക്കത്തോട്, അപ്പൊ നമുക്കത് കാണാം ഐറ്റം. അങ്ങനെ അവിടെ ഒരു 1.5 വർഷം നിന്നു. പിന്നെ ലിസ്റ്റ് എഴുതാൻ നിന്നു. നമ്മൾ ആൾക്കാർ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഈ തൊണ്ടിൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ഐറ്റത്തിന്റെ പേരും കിട്ടി വിലയും കിട്ടി. അവിടുന്ന് കുറച്ച് നാൾ ക്യാഷിലിരുന്നു, ഒരു 1 year ക്യാഷിലിരുന്നു. പിന്നെ ഒരു 2018 ഒരു 5 വർഷത്തെ ഇവരുടെ ക്രാഷ് കോഴ്സ്, അതായത് റാഗിങ് കോഴ്സ്. ഇത് കളിയാക്കല് നോർമൽ നമ്മുടെ ഈ ആൾക്കാര് കളിയാക്കാന്ന് പറഞ്ഞാൽ കോളേജ് കളിയാക്കലല്ല, അതുക്കും മേലെ റിയൽ നമ്മളെ ശരിക്കും കളിയാക്കി നമ്മള് ഇൻസൾട്ട് ചെയ്താൽ നമ്മൾ പെട്ടെന്ന് പഠിക്കും. വാശി വരും. ചേട്ടൻ ഇൻസൾട്ട് ചെയ്താൽ ചേട്ടൻ അത് പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഇനിയും അത് കേൾക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു 5 വർഷത്തെ 6 വർഷത്തെ ക്രാഷ് കോഴ്സ് കഴിഞ്ഞിട്ട് വന്ന, പക്ഷെ ഇപ്പോ ആഫ്റ്റർ 2018 എനിക്കിനി വേറെ ഒരു ബിസിനസ്സും ചെയ്യണ്ട. അങ്ങനെ പിടിച്ച കൊണ്ടേ, പക്ഷെ അവര് നമ്മളെ ഡയറക്ട് ചെയ്ത ആ രീതി കറക്റ്റ് ആയിരുന്നു. അതോ എൻജോയ് ഇപ്പൊ അത് അവരെക്കാളും കൂടുതൽ എൻജോയ് ചെയ്യാൻ തുടങ്ങി, ശ്വാസത്തിൽ അലിഞ്ഞു. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഈ കടയിലുള്ള ആരെക്കാളും കൂടുതൽ എനിക്ക് നോളജ് ഉണ്ട്. നമ്മളോട് ചോദിച്ചാൽ മതി എന്താ അവർക്ക് പറഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞ കളിയാക്കിയിരുന്ന ചേട്ടന്മാര് എന്നെ എല്ലാവരും കൂടെ കുട്ടാന്ന് വിളിക്കുക. അപ്പൊ കുട്ട ഇതെന്താ സാധനം, ഇത് എവിടെന്നാ വരുന്നത്, അതൊക്കെ എന്റെ അടുത്ത് ചോദിച്ചു തുടങ്ങി. ഇത് എവിടെന്നാ കിട്ടുക, ഇത് എത്രയ്ക്കാ നമുക്ക് കൊടുക്കണ്ടേ, മറ്റേതൊക്കെ അങ്ങനത്തെ ഒരു, അതായത് ആ ശൈലിനെ ഞാൻ തന്നെ മാറ്റിക്കൊണ്ടുവന്നു. ആയുർവേദ എന്ന് പറഞ്ഞ, അതായത് വേൾഡില് ആയുർവേദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് അതിന് ഏറ്റവും കൂടുതൽ പേര്. ആയുർവേദത്തിന് പേരുള്ളത് ഇന്ത്യയിലാണ്. ആ ഇന്ത്യയിലും ആയുർവേദത്തിന് ഏറ്റവും കൂടുതൽ പേര് കേരളത്തിലാണ്. ഇനി കേരളത്തിലും നമ്മൾ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആയുർവേദം മരുന്ന് പോണത് തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ ഈ റോ മെറ്റീരിയല് ഞങ്ങളാണ്. അപ്പൊ നമ്മള് ഈ ആയുർവേദ പെട്ടിമരുന്ന് കച്ചവടത്തിന്റെ പൈനിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ സോൾ ഡിസ്ട്രിബ്യൂട്ടർ നല്ല പറഞ്ഞത്, സോൾ ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് നമ്മളിത് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളൊരു ആയുർവേദ മരുന്ന് കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മരുന്നുകളും ലഭ്യമാകുന്ന, ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ എല്ലാം ലഭ്യമാകുന്ന ഒരിടത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതിൻ്റെ സോൾ ആൻഡ് എന്താ പറയുക എല്ലാമായിട്ടുള്ള വിപിനെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മള് വെയർഹൗസിൽ പോയല്ലോ, അപ്പോ എന്നെ അത്ഭുതപ്പെടുത്തി, ഞാൻ അവിടെ ചോദിക്കാതെ പോയതാണ്, എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇപ്പൊ നമ്മള് പറഞ്ഞല്ലോ 30 ടൺ 40 ടൺ ഇന്ദുപ്പ് അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 4 മാസം കഴിയുമ്പോഴേക്കും അത് ഒലിച്ചു തുടങ്ങും, അല്ലേ? അപ്പോ എന്ത് ധൈര്യത്തിലാണ് ഇത്രയും സാധനം അവിടെ, എല്ലാ സാധനങ്ങളും, ഇപ്പൊ അത് മാത്രമല്ല എല്ലാ സാധനങ്ങളും നല്ല ക്വാണ്ടിറ്റിയിൽ അവിടെ ഉണ്ട്. എങ്ങനെയാണ് ആ ഒരു വിപണന ശൃംഖല? അതായത് നമ്മുടെ ഐറ്റംസ് ഇപ്പൊ നമ്മുടെ ആവശ്യത്തിനാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യണത്. ഇപ്പൊ 30 ടൺ ഇന്ദുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചത് ഒരു 2 മാസം 3 മാസം പോലും നിൽക്കില്ല. അത്രയ്ക്കേ ഉള്ളൂ. കാരണം ഫാർമസി, ആയുർവേദ ഫാർമസിക്കാരും നോർമൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പല്ല ഉപയോഗിക്കുക, എല്ലാത്തിലും ഇന്ദുപ്പാണ് യൂസ് ചെയ്യുക. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഉപ്പ് എന്ന് പറഞ്ഞ മെയിൻ ഘടകമാണല്ലോ. ഇതിപ്പോ എല്ലാ ഫാർമസീസും നമ്മുടെ അടുത്ത് നിന്നാണ് ഇതിന്റെ പർച്ചേസ് പോണത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് 3 മാസത്തിലാണ്, 2 മാസം തന്നെ പറയാം, 2 മാസത്തിൽ കൂടുതലൊന്നും ഈ ഐറ്റംസ് ഇരിക്കില്ല. അപ്പോഴേക്കും പുതിയ സ്റ്റോക്ക് വരും. 2 മാസം 3 മാസമൊക്കെ മാക്സിമം. അത് മഴക്കാലത്താണെങ്കിൽ മാത്രം നമ്മൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വിറ്റണിക്കും. കാരണം മഴക്കാലത്ത് ഉപ്പിന്റെ കാര്യത്തിലുണ്ടോ, ബാക്കിയുള്ള ഏത് സാധനം ആയിക്കോട്ടെ നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഈ പറഞ്ഞ പോലെ കുറെ നാൾ 1 കൊല്ലമായിട്ട് ഇരിക്കുക, ഒരു സാധനം പോലും അവിടെ ഈ പറഞ്ഞ പോലെ 8 മാസം അല്ലെങ്കിൽ 9 മാസമായിട്ട് വിറ്റ് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കാണില്ല. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാം ഫ്രഷ് ആണ്. ഈ പറഞ്ഞ 2 മാസം 3 മാസം 2 മാസം 3 മാസം ഗ്യാപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് ചില ഐറ്റംസ് നമ്മൾ പറയില്ലേ കുത്തുവരനായിട്ട് പെട്ടെന്ന് കുത്തുവരും. ഇപ്പൊ നമ്മുടെ ചുക്ക് പെട്ടെന്ന് കുത്തുവരനായിട്ടാ, ഒരു 2 months 3 months കുത്തുവരും. പക്ഷെ അങ്ങനത്തെ ഒരു സിനാരിയോ ഇവിടെ ഇല്ല. പെട്ടെന്ന് പോകും. അതനുസരിച്ചാണ് നമ്മൾ നമ്മുടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അങ്ങനെയാണ്. അപ്പൊ ഇൻവെന്ററി എല്ലാം അതിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്.
അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ സാധനങ്ങളൊക്കെ ഈ കേരളത്തിനകത്തു നിന്നാണോ നിങ്ങൾ കളക്ട് ചെയ്യുന്നത്? അത് എവിടെ നിന്നാണ് ഈ സാധനങ്ങൾ, ഈ ഔഷധങ്ങളൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? അതായത് പച്ചമരുന്ന് കൂടുതലും നമുക്ക് കേരളത്തിൽ നിന്ന് മാത്രമേ പറ്റുള്ളൂ. കാരണം ഫ്രഷ് ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്ന് പറ്റുള്ളൂ. അത് മെയിനായിട്ട് കൊഴിഞ്ഞാമ്പാറ സൈഡ്, നമ്മുടെ മലപ്പുറം, കൊഴിഞ്ഞാമ്പാറ, അങ്ങനെ പാലക്കാട് ഏരിയ, അങ്ങനെ പച്ചമരുന്നൊന്നും സ്റ്റോക്കിംഗ് ഇല്ല. ഓൺലി പ്രീ ഓർഡർ. ഇപ്പോൾ നിങ്ങൾക്ക് പച്ചമരുന്ന് വേണം, നമ്മളത് ഇന്ന് വിളിച്ചു പറഞ്ഞാൽ അവർ നാളെ എത്തിക്കും. നമുക്കത് സാധനം ഇന്ന് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കൊടുക്കുമ്പോഴേക്കും അത് ഉണങ്ങിയിട്ടുണ്ടോ. പച്ചമരുന്നുണ്ടോ, ഫ്രഷ് ഹെർബ്സ്, നമ്മുടെ ഇപ്പൊ എന്താ പറയാ, നമ്മുടെ ബ്രഹ്മി, അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട്. അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പച്ചമരുന്നൊന്നും നമ്മൾ സ്റ്റോക്കിംഗ് ഇല്ല. നമ്മൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അവര് പുലർച്ചെ 5 മണി അല്ലെങ്കിൽ 6 മണിക്ക് ഗേറ്റിന്റെ ഫ്രണ്ടിൽ നടത്തി കൊണ്ടിടും. 9 o'clock സപ്ലൈ പോകും, 3 മണിക്ക് കസ്റ്റമറിനെ കിട്ടിയിരിക്കും. അത് 2 ദിവസം മുന്നേ നമ്മൾ ഓർഡേഴ്സ് എടുക്കും. പെട്ടിമരുന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല, ഓൾവേസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതാണ്. അതുമാതിരി കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇത് പച്ചമരുന്നുണ്ട്. ഇനി അങ്ങാടി മരുന്ന്, കൺട്രി ടെക്സിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് തൊട്ട് പല വിദേശ രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ഈ സാധനം വരുന്നുണ്ട്. അതൊക്കെ ഏതൊക്കെ വിദേശ രാജ്യം? നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, മഡഗാസ്കർ, ശ്രീലങ്ക, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന്, വിയറ്റ്നാം, ഇവിടെ നിന്നൊക്കെ നമുക്ക് ഡയറക്ട്ലി ഇമ്പോർട്ട് വരുന്നുണ്ട്. ഈ ബിസിനസ് വളർന്ന് ലോകത്തിന്റെ എല്ലാ അറ്റങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും അവിടെ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ എവിടേക്കൊക്കെയാണ്? ഇത്രയധികം വിപുലമായ 2000-ലും അതിൽ എണ്ണം ഇല്ല അല്ലേ? അതിനപ്പുറത്തുള്ള ഔഷധങ്ങൾ ഇവിടെയുണ്ട്. അതൊക്കെ എവിടേക്കാണ് സപ്ലൈ ചെയ്യുന്നത്? നിങ്ങളുടെ ബയേഴ്സ് ആരൊക്കെയാണ്? മേജർ ഫാർമസീസ് എന്ന് പറഞ്ഞാൽ മേജർ ആൾക്കാർ, നമ്മൾ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഔഷധി നമ്മൾ 90s തൊട്ട് കൊടുക്കുന്നത്. ഔഷധി, വൈദ്യരത്നം, കോട്ടക്കില്, AVP, ശാന്തിഗിരി, SNA, KP നമ്പൂരീസ്, അങ്ങനെ നിങ്ങൾ പറഞ്ഞ വിപുലമായ ഓൾമോസ്റ്റ് എവറി ഫാർമസീസ് മാത്രമല്ല, ഒരുപാട് എക്സ്ട്രാക്ഷൻ കമ്പനികളും ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഓയിൽ പോലെയുള്ള കാര്യങ്ങൾ എടുത്ത് എത്രയോ മരുന്നുകൾ, ഇപ്പോൾ എക്സ്ട്രാക്ഷൻ മരുന്നുകൾ ഒരുപാട് വരുന്നുണ്ട് ടാബ്ലറ്റ് ഫോം ആയിട്ടും. ഇപ്പോ മുരിങ്ങ ലീഫ്, മുരിങ്ങയുടെ അശ്വഗന്ധ ടാബ്ലറ്റ്, അങ്ങനെ ഒരുപാട് ടാബ്ലറ്റ് ഫോംസ് ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഒരുപാട് നമ്മുടെ നാട്ടിൽ തന്നെ വളരെ വലിയ കമ്പനികൾക്ക് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആക്ച്വലി ഈ വിപിനിലേക്ക് എത്തിച്ചേരുന്നത്, ഞാൻ വാങ്ങിയ ഒരു പ്രൊഡക്റ്റിനെ പിന്തുടർന്ന് ഞാൻ വിപിനിലേക്ക് എത്തിയതാണ്. എൻ്റെ മകൾക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാനീ പറയുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ മകള് കുഞ്ഞായിരിക്കുമ്പോൾ അവൾക്ക് സ്ഥിരമായിട്ട് കഫക്കെട്ട് വരും. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ നല്ല പനഞ്ചക്കര മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. പനഞ്ചക്കര എന്നല്ല അതിന് പറഞ്ഞു, പനക്കൽക്കണ്ടം മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞോളൂ, നല്ല കൽക്കണ്ടം നോക്കി മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇരട്ടിപ്പണിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല കൽക്കണ്ടം നോക്കി എനിക്കൊരു മേമയുണ്ട്, തൃശ്ശൂരുകാരി. അപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ അരിയങ്ങാടിൽ പോവുക, അവിടെ ഒരു കടയുണ്ട്, ആ കടയിൽ പോയിട്ട് അവരോട് ചോദിച്ചാൽ അവർ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ദിവസം തൃശ്ശൂർ വന്നപ്പോൾ സാധനം അവിടെ കടയിൽ വന്നു, ഇവരുടെ കടയിൽ വന്നു. 2 തരം കൽക്കണ്ട അവരെന്നെ കാണിച്ചു. എന്നിട്ട് എന്നോട് ഈ ഇത് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇതിന് വില കൂടുതലാണ്, പക്ഷെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനുള്ള ഉപകാരം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ സാധനം കൊണ്ടുപോയി കുഞ്ഞിന് കൊടുത്തു. പക്ഷെ നല്ലൊരു പ്രൊഡക്റ്റായിരുന്നു. അത് പറയാതെ വയ്യ, കാരണം മറ്റ് കൽക്കണ്ടങ്ങളുടെ ടേസ്റ്റ് അല്ല ഇത്. ശരിക്കും നമ്മൾ വായിലിടുമ്പോൾ തന്നെ നമ്മുടെ പനശർക്കരയൊക്കെ തിന്നുന്ന ആ ഒരു ടേസ്റ്റ് കൊച്ചിനതിന് ശേഷം നമുക്ക് അങ്ങനെ കാര്യമായ കഫക്കെട്ടൊന്നും ഉണ്ടായിട്ടില്ല. അത് നമ്മളെ വല്ലാതെ സ്വാധീനിച്ചൊരു കാര്യമാണ്. അതിനുശേഷമാണ് ഞാൻ അവരുടെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് മസാല കിറ്റ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരു പാക്കേജ് വെച്ചിട്ട് എന്താ ഇതിൻ്റെ കഥ എന്ന് പറയാമോ? ഇതെന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ മാർക്കറ്റിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പൗഡേഴ്സാണ് കാണാം. ഇപ്പം മസാല പൗഡേഴ്സാണ് ഏറ്റവും കൂടുതൽ കാണാം. ഈ മസാല പൗഡേഴ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ക്വാളിറ്റി, എന്ത് സാധനമാണ്. കാരണം ഇതൊക്കെ പൊടിയാണ്, എല്ലാം ആ ബ്രൗൺ ഷെയ്ഡിലിരിക്കുന്ന പൊടിയാണ്. അതിൽ ഒരുപാട് ഫില്ലേഴ്സ് ഉണ്ടാവും. അത് എത്ര വലിയ കമ്പനി ആയിക്കോട്ടെ, അത് നമുക്ക് അത്രയും തുറന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞങ്ങൾ ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നല്ലൊരു ഭാഗം നല്ലവരും ഉണ്ട്, ഈ പറഞ്ഞ പോലെ ബിസിനസ് മൈൻഡിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ എന്നാൽ കൂടി പൗഡറിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ചേർത്തേക്കണേ എന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്തും ചേർക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ വന്നപ്പോ നമ്മൾ കൊണ്ടുവന്ന ഒരു സാധനമാണ്. അതായത് ആ മസാലപ്പൊടികളിൽ ഏതൊക്കെ പ്രപ്പോർഷൻസിലാണ് ഏതൊക്കെ സാധനങ്ങൾ ഇട്ടിരിക്കുന്നത്, ഇത് അങ്ങനെ തന്നെ നമ്മൾ ബ്ലെൻഡറിൽ ഇട്ട് പൊടിപ്പിച്ച് ഇതേ കണ്ടെയ്നറിൽ തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം. 8 കൂട്ടാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. പറഞ്ഞ പോലെ ഈ കശകശൊന്നും ആൾക്കാർ ഒറിജിനൽ അല്ല യൂസ് ചെയ്യണം. റാംദാന എന്ന് പറഞ്ഞ ക്വാളിറ്റി ഉണ്ട്, അത് 200 രൂപയുള്ളൂ.
റാംദാന ഇതിന് 1300 രൂപയാണ് അടിപൊളി. ഒരു കിലോന് കേട്ടോ, ഒരു കിലോന്. മറ്റേന് ഒരു കിലോന് 200. പക്ഷെ കാണാൻ ഓൾമോസ്റ്റ് അല്ല സെയിം തന്നെ പറയാം. കാരണം മെയിൻ തിക്കനിങ് ഏജന്റാ കശകശ, പെരിഞ്ജീരകം, ഗ്രാമ്പു, പട്ട, തക്കോലം, പത്രി, ബേ ലീഫ്, ഒരുപാട് ഒരു 8 കൂട്ടം ഐറ്റംസ് ഇട്ടിട്ട് നമ്മൾ ചെയ്യണം. ഇതിപ്പോ നമ്മൾ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? ഇത് നമ്മൾ കൊടുക്കണം 300 രൂപ. 300 ഗ്രാം 300 രൂപ. പക്ഷെ ഇട്ടിട്ടുള്ള സാധനങ്ങളുടെ ക്വാളിറ്റീസ് എല്ലാം കാണാൻ നമുക്ക് എന്താണ് നമ്മൾ പൊടിപ്പിക്കാൻ പോണേ, അല്ലെങ്കിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്. നമ്മളൊരു 4-5 ഷെഫുമാരോട് ചോദിച്ച് പ്രപ്പോർഷനേറ്റ് ചെയ്തിട്ടുള്ള മസാല. നമുക്ക് നമ്മുടെ ഡ്രിങ്ക്സിൽ പറയണേ, നമുക്ക് നെല്ലിക്ക കാന്താരി എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. നെല്ലിക്ക കാന്താരി പറഞ്ഞാലും അതിനകത്തും നമ്മൾ നല്ല നല്ല ഐറ്റംസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതിൽ പിങ്ക് സോൾട്ട് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നന്നാറി സർബത്ത് ഉണ്ടാക്കണ ആ ഒരു സിറപ്പ് ഇല്ലേ, തൃശ്ശൂരിന്റെ സ്വന്തം സർബത്ത് അതിന്റെ റൂട്ട് ഞാൻ താഴെ പോകുമ്പോൾ കാണിച്ചു തരാം. അതിന്റെ റൂട്ടും നമ്മൾ തന്നെ കൊടുക്കണേ. ആ റൂട്ട് കൊടുക്കുന്ന ആളുടെ തന്നെ നമ്മള് അത് പറഞ്ഞ് ചെയ്യിപ്പിക്കണതാ, ഞങ്ങളുടെ മിക്സിംഗിൽ ചെയ്യിപ്പിക്കണതാ, നമ്മുടെ റെസിപ്പിയിൽ അവർ ചെയ്യണതാ. അതുണ്ട്. പിന്നെ നമ്മുടെ തന്നെ ബ്രാൻഡാണ് ഈ കേരളം. അതിപ്പോ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ ബ്രാൻഡാണ് കേരളം ഹെർബ്സ് ആൻഡ് സ്പൈസസ് തുടങ്ങിയ ബ്രാൻഡാണ്. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ പ്രൈമർലി ഫോക്കസ് ചെയ്തിട്ടുള്ള നട്ട്സ് ആണ്. ഈ പറഞ്ഞ പോലെ ഹാർട്ട് ഹെൽത്ത് മിക്സിനുള്ളത്, അതുമാതിരി ബ്രെയിൻ, അമാരി ബോൺ, അതായത് എല്ല് തേയ്മാനം വരുന്നവർക്ക്, അങ്ങനെ വരുന്നവർക്ക് എന്ന് പറഞ്ഞാൽ മെഡിസിൻ അല്ല, അതിനൊരു സപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഒരു ഫുഡ് സപ്ലിമെന്റ്. ഈ ഇൻസ്റ്റന്റ് എന്താ ബാക്കിയുള്ള ഐറ്റംസ് കഴിക്കാനായിട്ട് നല്ലത് നല്ല ക്വാളിറ്റി നട്ട്സ്, അതായത് അതും നല്ല നമ്മൾ നോക്കി പ്രപ്പോർഷനേറ്റ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. ഹാർട്ടിനുള്ളത്, ബോണുണ്ട്. അതെ, മൂന്നിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സെപ്പറേറ്റ്. അതെ, ഇതിപ്പോ നമ്മളാണെങ്കിലും ഇനിയിപ്പോ നമ്മൾ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് എൻക്വയറീസ് പുറത്തുനിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഹോട്ടൽ ഫീൽഡ് ആയിക്കോട്ടെ, സ്കൂൾ ഫീൽഡ് ആയിക്കോട്ടെ, ഒരുപാട് പേര് നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ സാഷീസ് ഇറക്കാൻ പോകുന്നുണ്ട്. അതായത് പിള്ളേർക്ക് ടിഫിൻ കൊണ്ടുപോകുന്ന സമയത്ത് അവർ ഈ ബിസ്ക്കറ്റ്സും അങ്ങനത്തെ ജങ്ക് ഫുഡ്സ് ആണ് കൊണ്ടുപോകണത്, അല്ലെങ്കിൽ വല്ല ചിപ്സ്. അതിന് പകരം ഇങ്ങനത്തെ കുറച്ച് എന്താ പറയാ ഹെൽത്തി ആയിട്ടുള്ള നട്ട്സ് കൊണ്ടുപോയി ടിഫിനായി കഴിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല നല്ലൊരു ഹെൽത്തി ജനറേഷനെ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. ഇപ്പൊ ഞങ്ങളൊക്കെ പണ്ട് ബിസ്ക്കറ്റും അതൊക്കെ അതല്ലാതെ ഒരു ഹെൽത്തി ജനറേഷനെ കൊണ്ടുപോകണമെങ്കിൽ നട്ട്സ് നല്ല ഹാർട്ട് ഹെൽത്തിനാണെങ്കിലും ബോൺ ഹെൽത്തിനാണെങ്കിലും ബ്രെയിൻ ഹെൽത്തിനാണെങ്കിലും നട്ട്സ് ഭയങ്കരമായിട്ട് സപ്ലിമെന്റ് ചെയ്യണ സാധനങ്ങളാണ്. അപ്പൊ അധികം ആരും കഴിക്കൂല, പക്ഷെ അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. അത് അവയർനെസ് ആക്കി വൺസ് ഇത് കൺസ്യൂം ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതിന്റെ ബാറൊക്കെ ഇപ്പൊ നമ്മൾ USA-ലും ഓസ്ട്രേലിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ബാറ് കാണാൻ പറ്റും. ഡ്രൈ ഫ്രൂട്ടിന്റെ ഒറ്റൊരു ബാറ് കാണാൻ പറ്റും. അതിനുള്ള കലോറി അതിനകത്തുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇതും. ഇതിപ്പോ ഞങ്ങൾ ഒരു ഈ പറഞ്ഞ പോലെ 100-200 ഗ്രാംസിന്റെ ഇതാണ് ഇറക്കിക്കുന്നത്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാഷേസിലേക്കാണ് ഞങ്ങൾ ഫോക്കസ്. ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ഇത് ചങ്ങനാശ്ശേരിയിലാണ് നമ്മുടെ കട വരുന്നത്. നമ്മുടെ ഒരു കട ചങ്ങനാശ്ശേരി, പിന്നെ ഉള്ളത് തൃശ്ശൂർ. ഞങ്ങൾ ഇവിടെയുള്ള ഹെർബ്സ് തന്നെ പൗഡർ ചെയ്ത് ഞങ്ങൾ തന്നെ കൊണ്ടുവരുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക്. അത് പുറത്തല്ല, ഞങ്ങളുടെ ഷോപ്പിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇവിടെ എവിടെയെങ്കിലും കിട്ടുള്ളൂ. അപ്പൊ അരിങ്ങാടിയിലെ മരുന്ന് കടയിൽ നിന്നും നമ്മളിപ്പോ ഓൺലൈനിൽ വിൽക്കാൻ തുടങ്ങി. ജനറേഷൻ മാറിയതിനനുസരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ മാറുന്നു. അല്ലേ, 1970-കളിലാണ് 80-കളിൽ തുടങ്ങി. ഇപ്പൊ നമ്മൾ 2025-ൽ എത്തി നിൽക്കുന്നു. അതിനിടയിൽ ഒരു കോർപ്പറേറ്റ് ഓഫീസായി, റീറ്റെയിൽ കൗണ്ടറുകൾ വേറെയായി. നമ്മളിപ്പോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാണ്. വളരെ സ്റ്റഡി ഗ്രോത്ത് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു കാര്യം പറയുമ്പോൾ ആമസോണിൽ ഇപ്പൊ നമ്മൾ സെല്ലർ ഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്. അതായത് ഡയറക്റ്റ് വെയർ ഹൗസ് ആണ് നമുക്ക്. അതായത് എനിക്ക് വേണമെങ്കിൽ പുറത്തത്തെ ആൾക്കാരുടെ ഐറ്റംസ് ലിസ്റ്റ് ചെയ്യാം. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഐറ്റംസ് കൂടി ഉണ്ട്, നമുക്ക് തന്നെ ഉണ്ട്. നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അത്ര ഐറ്റംസ് ഇപ്പൊ തന്നെ ഉണ്ട്. അതിലും ഞങ്ങളിപ്പോ ലിസ്റ്റിംഗ് തുടങ്ങിയിട്ട് 6-8 മാസത്തോളമായി ലിസ്റ്റിംഗ് പ്രോപ്പർ ആയിട്ട് തുടങ്ങിയിട്ട്. 2020 തുടങ്ങിയത് നമ്മൾ 5 ഐറ്റം കയറ്റും, 10 ഐറ്റം കയറ്റും. ഇപ്പൊ ഇനിയും കിടക്കുന്നു സാധനങ്ങൾ. ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ഗോൾഡ് സെല്ലറാണ്. ഫ്ലിപ്കാർട്ട് ഗോൾഡ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. ആ ഗോൾഡ് സെല്ലർ പ്രീമിയം. ജിയോ മാർട്ട് നമ്മൾ അപ്രോച്ച് ചെയ്തു. ജിയോ മാർട്ടിലേക്ക് നമ്മൾ ലിസ്റ്റിംഗ് പ്രസന്റ്ലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെബ്സൈറ്റ് ബിൽഡ് കഴിഞ്ഞു, എന്നാലും കുറച്ച് ട്വീക്സും കൂടി അതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്ന ഒരു ഓൾ ഇൻ വൺ സ്റ്റോർ. ലോകത്തെ എവിടെ ഇരുന്നും നമ്മുടെ ഇവിടുത്തെ ആയുർവേദ ഫിസിക്കൽ സൂപ്പർ മാർക്കറ്റിലും പങ്കെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ വെർച്വൽ സൂപ്പർ മാർക്കറ്റിലും ആളുകൾക്ക് വന്ന സാധനങ്ങൾ. അതെ, ഇത് നമ്മൾ ഓൺലൈനിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹെർബ്സ് ആണെങ്കിലും ഇപ്പൊ റോ ഹെർബ്സ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് പോകുന്നുണ്ട്. പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഇന്ത്യ പോസ്റ്റും DHലും ഒക്കെ ആയിട്ടാണ് അത് വിടുന്നത്. പല സ്ഥലത്തേക്കും റോ ഹെർബ്സ് ആയിട്ട് ഇപ്പോൾ US-ലിരിക്കുന്ന ആൾക്ക് ഒരിക്കലും എനിക്ക് കുറച്ച് എന്താ പറയാ കുറുന്തോട്ടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറുന്തോട്ടി
കിട്ടില്ല. പറിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന്റെ റൂട്ട് മാത്രമായിട്ട് ചിലപ്പോൾ കട്ട് ചെയ്ത് അവർ ആസ് പെർ അവർ റിക്വയർമെന്റ് ഇവിടുന്ന് ആ റോ മെറ്റീരിയൽ അയച്ചു കൊടുക്കും. ചിലർ പറയും ഞങ്ങൾക്ക് റോ മെറ്റീരിയൽ വേണ്ട, ഞങ്ങൾക്ക് പൗഡർ മതി എന്ന് പറയുമ്പോൾ ആ പൗഡർ ചെയ്ത് അവർക്ക് ഫോട്ടോസും അതിന്റെ പ്രോസസ്സൊക്കെ കാണിച്ചു കൊടുത്ത് ഫുൾ പ്രോസസ്സിംഗ് കാണിച്ചു കൊടുത്ത് അവർക്ക് എല്ലാതും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വിവിൻ എന്ന് പറയുന്ന പേരില് വി വിൻ, നമ്മൾ ജയിച്ചു അല്ലെ. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഈ ജസ്റ്റ് കഥകൾ ഇങ്ങനെ പങ്കുവെച്ചപ്പോൾ അടുത്ത വിജയത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്ന സന്തോഷ വാർത്ത കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അതായത് നമ്മൾ ഈ കേരളത്തിന്റെ മധ്യത്തിൽ തൃശ്ശൂരിലിരുന്നു കൊണ്ട് ഈ ഒരു ബ്രാൻഡ് ഇനി കടൽ കടന്ന് UK യിലും US എത്താൻ പോകണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വളരെ സന്തോഷമുണ്ട്. അതിന്റെ കാര്യം കൂടി പ്രേക്ഷകരോടൊന്ന് പറയാമോ? അതായത് നമ്മുടെ ഇപ്പൊ ഈ 2 ബ്രാൻഡ് ആണെങ്കിലും ഇപ്പൊ കേരളം ആണെങ്കിലും ടോക്ക് ആണെങ്കിലും ഞാൻ ആ കേരളത്തിനെ എംഫസൈസ് ചെയ്ത് അവിടെ എത്തുമ്പോൾ അപ്പൊ അവിടുത്തെ മലയാളികള് ഈ സാധനം കയ്യിൽ കിട്ടുമ്പോൾ യെസ് ദിസ് ഇസ് ഫ്രം കേരള എന്ന് മനസ്സിലാവണം. അതിനൊരു പ്രത്യേക വാല്യൂ ആണ്. നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ച് ചിലപ്പോൾ വാല്യൂ ഉണ്ടാവില്ല, പക്ഷെ പുറത്ത് ഫ്രം കേരള എന്നുള്ള പേര് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിനോട് ഒരു വിശ്വാസം ഒന്ന്, 2 പ്രൊഡക്റ്റും കൂടെ നന്നായ അതിന് ഡബിൾ എഫക്റ്റ് ആയി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രണ്ട് ബ്രാൻഡ് നെയിമും ഭയങ്കര സ്ട്രൈക്ക് ആയിട്ടുള്ള പേരുകളാണ്. ഈ കേരളം ഹെർബ്സ് ആൻഡ് സ്പൈസും ഭയങ്കര സ്ട്രൈക്ക് ആയിട്ടുള്ള പേരുകളാണ്. ടേസ്റ്റ് ഓഫ് കേരള, കേരളത്തിന്റെ രുചികൾ. അടുത്ത വർഷം ഒരു വലിയ ലീപ്പാണ് ഞങ്ങളാണെങ്കിലും പ്രതീക്ഷിക്കണം. ഈ കേരളത്തിൽ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്, അർജുൻ. ആള് ആലപ്പുഴക്കാരനാണ്. നമ്മൾ ഒരുമിച്ച് പഠിച്ചതാ. അപ്പൊ ആളും കൂടിയും എൻ്റെ ഈ കാര്യങ്ങളൊക്കെ കണ്ട് ആളും കൂടിയും വന്ന ഒരു ബ്രാൻഡാണ് കേരളം. രണ്ടുപേരും കൂടി എന്താ പറയുക ജോയിനിങ് ഹാൻഡ്സ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള, അവനും ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ ആളായിട്ടും ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ എനിക്കും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് ആളുണ്ടാവും. അവരിപ്പോ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കാണിച്ചെടുത്താമായിരുന്നു. ഇവിടെ വരുന്ന വാക്കിംഗ് കസ്റ്റമേഴ്സിന് നമ്മളിവിടെ ഡ്രം സിസ്റ്റം ആണ് ചെയ്തേക്കണേ. ഈ പറഞ്ഞ പോലെ അവർക്ക് ഈസി ആയിട്ട് വന്ന് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചൂസ് ചെയ്യാം, കണ്ട് കാണാൻ, നോക്കി എന്താ പറയുക ടച്ച് ആൻഡ് ഫീൽ അവർക്ക് നേരിട്ട് കാണാം. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് നമ്മളിത് വെച്ചിട്ടുള്ള, നോർമൽ അങ്ങാടിക്കട പോലെ ഇങ്ങനെ അൺഓർഗനൈസ്ഡ് ആയിട്ടല്ല, അതുമേ എല്ലാത്തുമേയും പേരും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ കൃത്യമായിട്ടാണ് വരുന്ന കസ്റ്റമേഴ്സിന് കൃത്യമായിട്ട് എന്താണ് ഏതാണെന്ന് ഒരാളെ വിളിച്ചിട്ട് ഇത് എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എഴുതി വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല, നമ്മൾ ഈവനിങ് പോകുമ്പോൾ ഇതെല്ലാം ലിഡ്സ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടാ പോവാ. മോർണിംഗ് വന്നാൽ മാത്രമേ തുറക്കുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ആർക്ക് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിൽ വന്ന് നോക്കി കണ്ട് നമുക്ക് നോക്കി കണ്ടല്ലോ. കാണും. ഇതെന്തൊരു സംഭവം? നമ്മുടെ മരുന്നുകളിലും ലേഹ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇടുന്ന ഒരു ഹെർബാണ് ഇഞ്ചി അരിഞ്ഞിട്ട പോലെ. അതിന്റെ വേറൊരു സ്പീഷീസ് ആണ് കച്ചൂരി എന്നാ പറയാ. അതിന് നമ്മൾ ആ ഇഞ്ചിയുടെ ഫാമിൽ തന്നെ വരാം. അതിങ്ങനെ സ്ലൈസ് ചെയ്ത് വരുന്ന വട്ടങ്ങളാണ് ഇതെല്ലാം. സോപ്പിന്റെ ഒക്കെ ഒരു മണം അല്ല, ഇത് പല ഫ്രേഗ്രൻസ് ഇതിന്റെ ഫ്രേഗ്രൻസ് യൂസ് ചെയ്യുന്നവരുണ്ട്. ഇതിന്റെ മെഡിസിനൽ വാല്യൂ യൂസ് ചെയ്യുന്നുണ്ട്. പല യൂസേജ് ഉണ്ട്. മൾട്ടിപർപ്പസ് ആണ്. ഇത് കോലരക്ക് എന്ന് പറയും. മെഡിസിനൽ വാല്യൂസും പിന്നെ ഈ പറഞ്ഞ പോലെ ഫയർ വർക്സിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. മറ്റേ വെടിക്കെട്ടിലൊക്കെ ഇതിന്റെ പൊടി ഇത് മരുന്നിൽ യൂസ് ചെയ്യും കേട്ടോ. ഇതും മൾട്ടിപർപ്പസാ. ഇത് കുന്തിരിക്കല്ലേ? അതെ. 3 ടൈപ്പ് കാണുന്ന ഇവിടെ. കുന്തിരിക്കത്തിൽ തന്നെ 3 വെറൈറ്റി ഉണ്ട്. ഇത് ക്വാളിറ്റി എ, ക്വാളിറ്റി ബി, ക്വാളിറ്റി സി. ഇതാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്മോക്കും ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്ന ക്വാളിറ്റിയാണ് ഈ കുന്തിരിക്കം. ഇതൊരു പശ പോലെ ഉണ്ട്. അതെ അല്ലേ? നല്ല ഗമ്മി എഫക്റ്റ് ഉള്ളതാണ്. ഇതാണ് നമ്മുടെ ടൈപ്പ് ബി. ഇതും പോക്കാൻ തന്നെ. പിന്നെ ഇതും പറഞ്ഞ പോലെ മൾട്ടിപർപ്പസാ പറയുമ്പോൾ ഇതും കുന്തിരിക്കം തന്നെയാണ്. ഇത് കുറച്ച് വില കുറഞ്ഞ കുന്തിരിക്കാണ്. 100 രൂപയുടെ താഴെ റേറ്റ്. ഇതാണെങ്കിൽ 450 രൂപ. ഇതിനോ? ഇത് 650 രൂപ. അത്രയും വ്യത്യാസമുണ്ട്. പേർപ്പസും ഡിഫറെന്റാ. പേർപ്പസും കാര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. പല പേർപ്പസിനാണ് ഈ 3 കൊണ്ടുപോകണേ. പോയിക്കുന്ന പേർപ്പസ് ഉണ്ട്, മെഡിസിനൽ പേർപ്പസ് ഉണ്ട്, എക്സ്ട്രാക്ഷൻ പേർപ്പസ് ഉണ്ട്. പല പേർപ്പസിലേക്കാണ് ഈ 3 വെറൈറ്റി ആയിട്ട് പോകുന്നത്. ഇത് ഏറ്റവും വില കുറഞ്ഞത്. പിന്നെ ഇതിപ്പോ നമ്മുടെ ഡിലക്സ് ചുക്ക് എന്ന് പറയും. പ്രീമിയം നല്ല. ഇതിന്റെ വലിപ്പം കണ്ടോ? കാഴ്ചക്ക് തന്നെ ഉണ്ട് ആള്. ഭയങ്കര വമ്പനാണ്. ഇത് തിപ്പല്ലി എന്ന് പറഞ്ഞ ഐറ്റാണ്. ഇത് നേപ്പാൾ എന്ന് പറഞ്ഞതാണ്. നമ്മുടെ ചുമ കഫക്കെട്ട് അതിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് അശ്വഗന്ധ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ്. അമുക്കുരം എന്ന് പറയും നമ്മുടെ മലയാളത്തിൽ. മെഡിസിനൽ വാല്യൂസും ഈ പറഞ്ഞ പോലെ മിക്ക ഇതുകളിലും ആയുർവേദ മെഡിസിൻസിലും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണത്. ഇത് ഫ്ലാക്സ് സീഡ് എന്ന് പറയും. നമ്മൾ കുറേ ഡയറ്റ് ഫുഡിലൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത് ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്. അതിൽ പെട്ട ഒരു സീഡാണ് ഫ്ലാക്സ് സീഡ്.
ഇത് നറുനീണ്ടി കിഴങ്ങാണ്. നമ്മൾ ഈ സർബത്തിൽ ഏറ്റവും കൂടുതൽ ഇത് വെച്ചിട്ടാണ് സർബത്തിൻ്റെ ആ സിറപ്പ് ഉണ്ടാക്കുന്നത്. ഈ റൂട്ട് വെച്ചിട്ടാണ്. ഇത് ചിയാ സീഡ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഡയറ്റ് ഫുഡിലോട്ട് പോകുന്ന ഒരു ഐറ്റം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ്, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, അതിൽ പെട്ടൊരു ഐറ്റം അത്. ഇത് നായക്കൊരണ എന്ന് പറയും. ഇത് വലിയ നായക്കൊരണ, ഇത് ചെറിയ നായക്കൊരണ. ഇത് ദേവദാരമാണ്. ദേവദാരം സെഡാർ വുഡ് എന്ന് പറയും. തൈലങ്ങളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ, നമ്മൾ തൈലങ്ങളിൽ നല്ല സ്മെല്ല് തരണ, പിന്നെ മെഡിസിൻ വാല്യൂ ഒബ്വിയസ്ലി ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് വലിയൊരു ഓർഡർ വന്നിട്ടുള്ള ഒരു ഐറ്റം. അത് വേമ്പാട. ഇത് വലിയൊരു ഓർഡർ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു എക്സ്ട്രാക്ഷൻ കമ്പനിയാണ്. അവിടെ നിന്ന് വന്നത് വേമ്പാട എന്ന് പറയും. ഹിന്ദിയിൽ ഇതിന് രത്തൻ ജോത്ത് എന്ന് പറയും. ഇത് ഗുൽഗുലു എന്ന് പറയും. ഗുൽഗുലു ഇത് കണ്ടിട്ടൊരു വിലയില്ലാത്ത പോലെ നോക്കണ്ട, 2000 രൂപയാട്ടെ കിലോന്. ഇതും അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇത് താമരയല്ലി എന്ന് പറയും. ഇത് നമുക്ക് ലക്നൗ എന്ന് വരുന്നതാണ്. നമ്മുടെ ആ താമരയുടെ നടുക്കുള്ള അത് ആ അല്ലി പറിക്കുന്ന എടുക്കണ, അതിനെ സൺഡ്രൈ ചെയ്തിട്ട് കിട്ടുന്ന ഫോമാണത്, താമരയല്ലി. ഇത് ഒരുപാട് മെഡിസിനിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള തൈലങ്ങളിൽ ഇത് ചേർക്കാറുണ്ട്. ഇത് താതിരിപ്പൂ എന്ന് പറഞ്ഞായിട്ട് നമ്മുടെ അരിഷ്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ അരിഷ്ടത്തിൽ യൂസ് ചെയ്യണ ആ ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു ചെറിയൊരു അരിഷ്ടം കുടിച്ച ഒരു ചെറിയൊരു കിക്ക് കിട്ടുന്ന ഒരു സാധനം ഇതാണത്. ഈ ഇൻഗ്രീഡിയൻ്റിൽ നിന്നാണ് ആ ഒരു ഇത് വരുന്നത്, ആ ഒരു ഡ്രൗസിനെസ് വരുന്ന ഒരു ഐറ്റമാണത്. ഇത് നമ്മുടെ മഞ്ചാടിക്കുരു. ഇത് ഈ പറഞ്ഞ പോലെ മെഡിസിനൽ വാല്യൂസ് ഉണ്ട്. പൂജ പേർപ്പസിന് ഒരുപാട് പേര് കൊണ്ടുപോകും. പിന്നെ അതുമാതിരി തന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എഗൻ ഈ പറഞ്ഞ പോലെ ഇത് വെച്ചിട്ട് ബീഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇത് കൊണ്ടുപോകുന്നുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു ഹേർബാണ്. ഇത് നേപ്പാളിൽ നിന്നാണ് വരുന്നത്. ഇതിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ കടുക് രോഹിണി എന്ന് പറയും. പിന്നെ ഇതിൻ്റെ വേറൊരു പേരെന്ന് പറഞ്ഞാൽ കുട്കിയാണ്. ഒരു 1500 മുതൽ 2000 രൂപ വരെ വില വരുന്ന ഒരു ഐറ്റമാണത്. ഇത് പഴുക്ക എന്ന് പറഞ്ഞ ഐറ്റമാണ്. അഗൈൻ ഹേർബാണ്. ഈ ഒടിവ്, ചതവ് അതിനൊക്കെ ട്രീറ്റ് ചെയ്യുന്ന മെഡിസിനിലേക്ക് പോകുന്ന ഐറ്റം അത്. ഇത് തിപ്പല്ലി എന്ന് പറഞ്ഞ ഐറ്റമാണ്. നമ്മുടെ നാട്ടിലും ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് ഇന്തോനേഷ്യയിൽ നിന്നാണ്. വലിയ തിപ്പല്ലി, ലോങ് പെപ്പർ എന്ന് പറയും. മിക്ക ഈ പറഞ്ഞ പോലെ നമ്മുടെ അരിഷ്ടങ്ങളിലാണെങ്കിലും ലേഹ്യങ്ങളിലാണെങ്കിലും എസ്പെഷ്യലി ചുമ കഫക്കെട്ട് അതിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഐറ്റമാണത്. ലോങ് പെപ്പർ, വലിയ തിപ്പല്ലി. ഇത് ഇരട്ടി മധുരമാണ്. മിക്ക മരുന്നുകളിലും ഇത് യൂസ് ചെയ്യുന്ന, മെയിനായിട്ട് യൂസ് ചെയ്യുന്ന, ആയുർവേദത്തിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണത്, ഇരട്ടി മധുരം. ലിക്വറൈസ് റൂട്ട് എന്ന് പറയും. ഇത് ത്രിഫല എന്ന് പറഞ്ഞ കൂട്ടാണ്. നെല്ലിക്കത്തോട്, താണിക്കത്തോട്, കടുക്കത്തോട്, ഈ മൂന്നും കൂടി മിക്സ് ആകുമ്പോഴാണ് ത്രിഫല എന്ന് പറഞ്ഞ മിക്സ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ആയുർവേദ റോ മെറ്റീരിയൽ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ അപ്രോച്ച് ചെയ്യാം. ഇതിപ്പോൾ നമ്മളിവിടെ ഒരു 150 മെഡിസിൻസോളം നമ്മൾ ഡ്രം ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണണമെങ്കിൽ നേരിട്ട് വന്ന് കാണാം. അല്ലെങ്കിൽ ഫോട്ടോസ് വേണമെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ അയച്ചു തരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മെയിൽ ത്രൂ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ നമ്പർ താഴെ മെൻഷൻ ചെയ്യാം. നമുക്ക് എന്ത് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ കൊട്ടേഷൻസ് ആണെങ്കിലും റേറ്റ്സ് ആണെങ്കിലും ഞങ്ങൾ അപ്പോൾ അത് റിപ്ലൈ ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ ഹെൽപ്പും ഓൺ റോ മെറ്റീരിയൽസ് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മളിപ്പോൾ അവരുടെ രാമവർമ്മപുരം പോലീസ് അക്കാദമിയുടെ അടുത്തുള്ള വെയർഹൗസിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളിലേക്കാകും നമ്മുടെ ഇനി അടുത്ത ചോദ്യങ്ങൾ. ഇത് എത്ര ഏരിയ ഉണ്ട് ഇത് ശരിക്കും? ഇതൊരു 23,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഗോഡൗൺ നിൽക്കുന്നത്. ഓക്കെ. ഇവിടെ നിന്നാണ് നമ്മുടെ മേജർ ഫാർമസിക്കാർക്കുള്ള ഇവിടെ നിന്നാണ് ഡെലിവറീസ് പോണത്. കാരണം മാർക്കറ്റിലേക്ക് എപ്പോഴും വണ്ടി വരിക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇവിടെ ആകുമ്പോൾ കുറച്ച് സൗകര്യത്തിൽ സാധനങ്ങൾ കയറ്റാൻ ഇറക്കാനൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാതും ഇപ്പൊ ബൾക്ക് സ്റ്റോക്ക് ചെയ്യണം നമ്മൾ ഇവിടെയാണ്. കാരണം അവിടെ നമുക്ക് ബൾക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്നാണ് കൂടുതൽ ഐറ്റംസും കയറി പോണത്. സാധാരണ ഇതിൽ നമ്മൾ എന്തോരം എത്ര കാലത്തേക്കുള്ള സ്റ്റോക്കാണ് നമ്മളൊരു മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ചില ഐറ്റംസ് ഒക്കെ ഞങ്ങൾ 1 ഇയറിന് സ്റ്റോക്ക് ചെയ്യും. കാരണം നമുക്ക് ചില ഐറ്റംസ് ചില സീസണിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അത് മേടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ പണിയാവും. അത് മേടിച്ചു വെച്ചിട്ടില്ല പണി. അങ്ങനെ മേടിച്ചു വെച്ചിട്ടുള്ള ലോട്ടുകളാണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മളൊരു 30 ടണ്ണ് 40 ടണ്ണ് 50 ടണ്ണ് വരെ സാധനങ്ങൾ മേടിച്ചു ഒരു ഐറ്റം മാത്രം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ എപ്പിസോഡ് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഈ അഞ്ചേരി ഡ്രഗ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിന് നല്ല നിറവാണ്.
കാരണം നമ്മൾ ഒരുപാട് കാണാത്ത കാര്യങ്ങൾ കണ്ടു, കേൾക്കാത്ത കാര്യങ്ങൾ കേട്ടു, ഒരു നല്ല ടീമിനെ പരിചയപ്പെട്ടു. എന്തുകൊണ്ടും ഒരു അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ പുതിയൊരു വിഷയമായിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.